ഹലോ ഗായ്സ്, ഇന്നാണെങ്കിൽ ഒരു ചെറിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, മോക്ക് വേണ്ടിയിട്ട് ഒരു കൊല എടുത്തിട്ട് ഉണക്കി പൊടിക്കുന്നുണ്ടേ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. 6 മാസം കഴിഞ്ഞ കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർക്കൊക്കെ ഈ റാഗി കൊടുക്കൂലേ നമ്മൾ, അതേപോലെ തന്നെ നല്ല ഗുണമുള്ള സാധനമാണ് കേട്ടോ കായ പൊടിച്ചതും. ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കുന്നൻകായാണ് കേട്ടോ. തട്ടില്ല കുന്ന എന്നൊക്കെ പറയില്ലേ അത്. ചില ഏരിയയിൽ അത് കണ്ണൻ കായ എന്നും പറയൂ കേട്ടോ. പിന്നെ നമ്മുടെ നേന്ത്രക്കായ എടുക്കാറുണ്ട് ഇങ്ങനെ ഉണക്കി പൊടിച്ച് മക്കൾക്ക് കൊടുക്കാനായിട്ട്. ഈ കായൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കിങ്ങനെ എന്താ പറയുക, ചിപ്സൊക്കെ ഇടാനായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കില്ലേ, അതേപോലെ ആക്കണ്ട കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് പീൽ ചെയ്താൽ മതി. പീൽ ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കറയൊന്നും കളയണ്ട. അതായത് അരിയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കഴുകിയെടുക്കുക കേട്ടോ. അരിഞ്ഞിട്ട് കഴുകാൻ നിൽക്കണ്ട. എന്നിട്ട് ഇങ്ങനെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്കത് വെയിലത്തിട്ട് ഉണക്കാം കേട്ടോ. വെയിലത്തിട്ട് ഉണക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിത് കുഞ്ഞു മക്കൾക്കല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 11 മണി വരെയുള്ള വെയിലും പിന്നെ 3 മണി കഴിഞ്ഞിട്ടുള്ള വെയിലും മാത്രം കൊള്ളിച്ച് ഉണക്കിയാൽ മതി കേട്ടോ. അതായത് ഈ നട്ടുച്ചയ്ക്കൊക്കെ നമ്മൾ ഉണക്കാൻ നിന്നാൽ അതിലെ ഗുണങ്ങളെല്ലാം പോയി പോകും കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൊല നോക്കണം കേട്ടോ. അത് ഒട്ടും തന്നെ രാസവളം ചേർക്കാത്തതായിരിക്കണം. അങ്ങനെ ഉറപ്പ് വരുത്തേം വേണം കേട്ടോ. ഈ 6 മാസം കഴിഞ്ഞ മക്കൾക്ക് ആദ്യമായിട്ട് സോളിഡ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും കേട്ടോ. എസ്പെഷ്യലി ന്യൂ മദേഴ്സിന് ആദ്യമായിട്ടല്ലേ കൊടുക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഡൈജഷൻ ഓക്കെ ആവുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു വിധത്തിലും പേടിക്കേ വേണ്ട. ബനാന പൗഡർ എന്ന് പറയുന്നത് ഈസി ടു ഡൈജസ്റ്റ് ആണ് കേട്ടോ. മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ റിച്ചാണ് കേട്ടോ. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിൻ്റെ ഗ്രോത്തും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കായ്പ്പൊടിയിൽ അടങ്ങിയിരിക്കുന്നതാണ് കാൽഷ്യവും മഗ്നീഷ്യവും ഒക്കെ കേട്ടോ. അതൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെ വളർച്ചയ്ക്കൊക്കെ വളരെ സപ്പോർട്ടീവാണ് കേട്ടോ. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് പ്രീബയോട്ടിക് ഫൈബേഴ്സ് കേട്ടോ. അത് നമ്മുടെ മക്കളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതൊരു 6 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് പൊടിക്കുമ്പോൾ നല്ല പോലെ പൊടിഞ്ഞിട്ടു കേട്ടോ. ആ ഒരു സ്റ്റേജിലെത്തണം. നമ്മൾ ആദ്യമായിട്ട് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പം അതൊരു 1 സ്പൂൺ 2 സ്പൂണൊക്കെ കൊടുത്ത് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പം എൻ്റെ മോള് 10 മാസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് ഒരു 2 സ്പൂൺ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കേട്ടോ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ കായ്പ്പൊടി ആണെങ്കിൽ നാളെ റാഗി അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. പിന്നെ ഞാൻ പനങ്കൽക്കണ്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ മോക്കിപ്പോൾ 10 മാസം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാൽ കൊടുക്കാറുണ്ട്. പശുവും പാൽ നമ്മൾ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 6 മാസമൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വെറും വെള്ളത്തിൽ മാത്രം ആക്കി കൊടുത്താൽ മതി. പിന്നെ കൺസിസ്റ്റൻസി നോക്കണം കേട്ടോ. ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് കൊടുത്താൽ മതി. പിന്നെ അത് തിക്നെസ് കൂട്ടി കൊണ്ടുവരിക കേട്ടോ. പിന്നെ ഇപ്പോൾ അതാണ്ട് ഈ 10 മാസമൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ കട്ടിയാക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് അവർക്ക് കുറച്ചുകൂടി അത് ശരീരത്ത് പിടിക്കുക. പിന്നെ നമുക്കിതിനകത്ത് നെയ്യ് ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതാണ് കേട്ടോ ബെറ്റർ. അതൊരു 3 to 4 ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചാൽ വളരെ നല്ലതാണ്. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മക്കൾക്ക് കൊടുക്കാം കേട്ടോ. ഞാനിത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ആൾ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. കുളിക്കാനുള്ള ബേസിനിലൊക്കെ കുത്തിയിരുന്നിട്ടാണ് കളിക്കുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കായപ്പൊടി മൂക്ക് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് എക്സ്പ്രഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആ ബേസിനിലുള്ള ഇരുത്തം ശരിയാവാത്തതുകൊണ്ട് ഞാൻ ചെയറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ സ്പൂണാണ്. ആൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇനി അഥവാ മക്കൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം കേട്ടോ. കൊടുത്ത് ശീലമാക്കണം. ഇനി അവർ കുറച്ചും കൂടെ വളർന്ന് വലുതാകുമ്പോൾ അവർ കഴിക്കാതാവും കേട്ടോ. ഇത് ശരീരത്തിന് വളരെ നല്ലതായതുകൊണ്ട് നമ്മൾ കൊടുക്കണം, മാക്സിമം കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.